ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പ്ലെയിൻ കുർത്തിയുടെ നെക്കിൽ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഹാൻഡ് വർക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. വെറും 10 രൂപയുടെ സാധനങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇതുപോലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയാണ്. 10 രൂപയുടെ പാക്കറ്റായിട്ടുള്ള ഐറ്റംസാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. വൈറ്റ് കളറിലുള്ള കട്ട് ബീഡ്സ്, സിൽവർ കളറിലുള്ള സീക്വൻസ്, അതുപോലെ സെൽഫ് കളറായിട്ടുള്ള ഷുഗർ ബീഡ്സ്, ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ വർക്ക് ചെയ്യുന്നത്. ആദ്യം നെക്കിൽ ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നിങ്ങളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ എംബ്രോയിഡറി ഫ്രെയിം ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ നൂല് കോർക്കുക. നീഡിൽ നമ്പർ 10 ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അത് രണ്ടേൽ കോർത്ത് ഇതുപോലെ അടിയിൽ നോട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒരു പാർട്ടിൽ മാത്രമാണ് കേട്ടോ ഞാൻ ഈ വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഒരു സീക്വൻസ്, പിന്നെ ഒരു ഷുഗർ ബീഡ്സ് കോർത്തിട്ട് അത് രണ്ടും ഒരുമിച്ച് കോർത്തെടുത്തിട്ട് ഷുഗർ ബീഡ്സിനെ കുറച്ച് ബാക്കിലോട്ട് നീക്കിയിട്ട് നമ്മൾ സീക്വൻസിൻ്റെ ഹോളിൻ്റെ ഉള്ളിലൂടെ നീഡിലെടുക്കണം. അപ്പോൾ അതവിടെ ലോക്കായിട്ടിരിക്കും. അതപ്പോൾ അടിയിലൊരു പ്ലേറ്റ് പോലെ ഷുഗർ ബീഡ്സ് വന്നിട്ട് മേലെ പ്ലേറ്റ് പോലെ സീക്വൻസ് വന്നിട്ട് മേലെ ഷുഗർ ബീഡ്സ് ഇങ്ങനെ പൊന്തി നിൽക്കും. ഈ ടൈപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അത് നമ്മൾ ഈ വർക്ക് കൊടുക്കുന്നത് റാൻഡം ആയിട്ടാണ്. നമ്മളതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ആദ്യം ഈ മോഡൽ ചെയ്യണം. ആദ്യം ഒരു സീക്വൻസ്, അതിന് മേലെ ഷുഗർ ബീഡ്സ്, എന്നിട്ട് അത് ഇങ്ങനെ ലോക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ റാൻഡമായിട്ട് ഈ സംഭവം, ഈ നെക്ക് മുഴുവൻ നമ്മൾ ഈ ഒരു മോഡലിൽ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഗ്യാപ്പൊക്കെ നിങ്ങൾക്ക് എത്ര വേണ്ടെന്നുള്ളത് ഈ ലെവലിൽ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഒരുപാട് തിക്കായിട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടിയും ഗ്യാപ്പ് കുറച്ച് ചെയ്യാം. തിക്ക് കുറച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എഫേർട്ടും അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമ്മളത് എല്ലാ സീക്വൻസും നെക്ക് മുഴുവനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ചെറിയ പാർട്ടിൽ മാത്രമേ വർക്ക് ചെയ്യുന്നത് കാണിക്കുന്നുള്ളൂ. അത്രയും ലെങ്തി ആയിട്ട് വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യുന്നത് ഈ കട്ട് ബീഡ്സ് ഉണ്ടല്ലോ വൈറ്റ്, ഇതും ഇതുപോലെ റാൻഡമായിട്ട് നമ്മൾ അവിടെ എവിടെയൊക്കെ തുന്നി കൊടുക്കുകയാണ്. നിങ്ങൾ തുന്നുമ്പോൾ ശ്രദ്ധിക്കണം, സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ അപ്പുറത്തുള്ള മെറ്റീരിയലിലൊക്കെ സൂചി കുടുങ്ങിയിട്ട് കെട്ടൊന്നും ആവാണ്ട് ശ്രദ്ധിക്കുക. സൂചി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഫ്രെയിം വെച്ച് കുറച്ച് ടൈറ്റാക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കട്ട് ബീഡ്സും ഇത് നേരത്തെ നമ്മൾ സീക്വൻസ് വെച്ച പോലെ റാൻഡമായിട്ട് കട്ട് ബീഡ്സ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിന് പകരം വേറെ വൈറ്റ് ഇല്ലെങ്കിൽ ഏകദേശം ഇപ്പോൾ ഞാനൊരു സിൽവർ കളർ ദുപ്പട്ടയാണ് ഇതിലേക്ക് പെയർ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ബീഡ്സൊക്കെ യൂസ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് നിങ്ങളുടെ ദുപ്പട്ട എങ്ങനത്തെയാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ കളർ വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ കളറൊക്കെ യൂസ് ചെയ്ത് നിങ്ങളുടെ ഇതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിതിൽ ദുപ്പട്ടയ്ക്ക് മാച്ചായി ചെയ്യുന്നതുകൊണ്ടാണ് സിൽവർ കളർ കട്ട് ബീഡ്സും അതുപോലെ ഇതൊക്കെ എടുത്തിട്ടുള്ളത്. ഷുഗർ ബീഡ്സൊക്കെ എടുത്തിട്ടുള്ള സീക്വൻസൊക്കെ സിൽവർ ചൂസ് ചെയ്യാൻ കാരണം അതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അതും റാൻഡമായിട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ഷുഗർ ബീഡ്സ് ആണ് തുന്നി കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സ്പേസിൽ നമ്മൾ ഷുഗർ ബീഡ്സ് തുന്നി കൊടുക്കുക. അപ്പോൾ നല്ല തിക്കായിട്ട് ഇങ്ങനെ ഒരു ഇത്തിരി പോലും സ്പേസ് കാണാണ്ടേ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് കാണുമ്പോൾ അത്യാവശ്യം ഒരു ഫില്ലിംഗ് ആയ പോലെ തോന്നിയാൽ മതി. അതുപോലെ ഈ സെൽഫ് കളറായിട്ടുള്ള ഇതിൻ്റെ സെയിം കളർ ഷുഗർ ബീഡ്സ് എനിക്ക് കിട്ടി. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്ക് കളറൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്കിയുള്ള സ്പേസിലും ഷുഗർ ബീഡ്സ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാണ് നമ്മളിനി നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഇതൊക്കെ ഒറ്റ പ്രാവശ്യം ലോക്ക് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാരണം നമ്മൾ ഒരുപാട് തുന്നുന്നതുകൊണ്ട് ഇത് അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വലിയ നൂലെടുക്കുമ്പോൾ എപ്പോഴും പറയുന്ന പോലെ കുടുങ്ങാതെ ശ്രദ്ധിക്കുക. പിന്നെ മെറ്റീരിയലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊന്നും കൂട്ടിയിട്ട് തുന്നിയിട്ടുണ്ടെങ്കിൽ അപ്പോഴും അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുക, ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇത് സ്പീഡായിട്ട് കാണിക്കുന്നതൊക്കെ നമുക്ക് സിമ്പിളായിട്ട്, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സൂചിയും നൂലും കോർക്കാനും ഇതുപോലെ മുത്ത് കോർക്കാനും മാത്രം അറിഞ്ഞാൽ മതി. ഒരു ഫ്രെയിമും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം. ഫ്രെയിം ഇല്ലാണ്ട് നമ്മൾ കൈ പിടിച്ച് ചെയ്യുമ്പോൾ അത് ചുളിഞ്ഞിട്ട് ഭംഗി കുറവാവണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഫ്രെയിം ഇല്ലാതെ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്രെയിം ആകുമ്പോൾ നമുക്ക് ഒന്നും കൂടി കംഫർട്ടബിളാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ തിക്കായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നെക്ക് ഫുള്ളായിട്ട് റൗണ്ടിൽ സ്ലീവിൻ്റെ എൻഡിലും നിങ്ങൾക്ക് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്കിൽ മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കാണിക്കുന്നത്.
അപ്പോൾ ഇത് ഫുൾ, ഇത് നിങ്ങൾക്ക് ബ്ലൗസിലോ ക്രോപ്പ് ടോപ്പിലോ അങ്ങനെ എന്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് വർക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ താഴെ ഒന്നും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരു സ്പ്രെഡ് ചെയ്ത രീതിയിലാണ് നമ്മൾ വർക്ക് കൊടുക്കുക, അത്രയും തിക്ക് കൊടുക്കാതെ. നമ്മൾ ഫസ്റ്റ് ചെയ്ത ഷുഗർ ബീഡ്സും സീക്വൻസും വെച്ച് ചെയ്ത സെയിം സംഭവം നമ്മൾ വീണ്ടും ഇതുപോലെ റാൻഡം ആയിട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പില്ല, അത് നമ്മൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുക. അപ്പോൾ ചെയ്യുന്നത് ഇതുപോലെ റാൻഡം ആയിട്ട് നമ്മൾ ഈ സംഭവം ചെയ്ത് കൊടുക്കുക. ഒരു സീക്വൻസ് എടുക്കുക, ഒരു ഷുഗർ ബീഡ്സ് എടുക്കുക, എന്നിട്ട് ഷുഗർ ബീഡ്സ് കുറച്ച് നീക്കി പിടിച്ചിട്ട് സീക്വൻസിൻ്റെ ഉള്ളിൽ ഹോളിലൂടെ സൂചി എടുത്താൽ അതവിടെ ടൈറ്റായിട്ട് നിൽക്കും. അതുപോലെ നമ്മളിതിങ്ങനെ ചെയ്ത് കൊടുക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു വർക്കാണ്. നിങ്ങൾക്ക് എളുപ്പത്തിൽ പെട്ടെന്ന് വെറും ഒരു 30 മിനിറ്റ് മാത്രമേ വർക്ക് ചെയ്ത് കഴിയാൻ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ. അത്ര എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ താഴെ കുറച്ചൊരു 3 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ടൊരു വർക്ക് ചെയ്യുന്നുണ്ട്. 3 ഇഞ്ച് ഗ്യാപ്പിൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഇതുപോലെ ചെയ്യുക. ഇവിടെ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്ത സെയിം മെത്തേഡ് ചെയ്യുക. ഒരു സിൽവർ സീക്വൻസ്, ഒരു ഷുഗർ ബീഡ്സ് ഇട്ടിട്ട് നമ്മൾ ഫസ്റ്റ് ചെയ്ത സെയിം മെത്തേഡിൽ ഒരു വർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മേൽഭാഗത്ത് ഡിപ്പിലായിട്ട് നമ്മൾ ഇതുപോലെ ഒരു കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും കോർത്തെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു 3 കൊമ്പ് പോലെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 ഇതിൽ ചെയ്ത് കൊടുക്കുക. ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക. രണ്ടാമത് അതിൻ്റെ ഇപ്പുറത്തെ ഡയറക്ഷനിലേക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ ഒരെണ്ണം കൂടി ചെയ്ത് കൊടുക്കുക. അത് നമ്മളൊരു കട്ട് ബീഡ്സും ഒരു ഷുഗർ ബീഡ്സും വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, പറയുന്നതിനേക്കാളും നല്ലത് കാണുമ്പോൾ പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രെയിം ഓരോ സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫുള്ളായിട്ട് ആ വർക്ക് ചെയ്ത് തീർക്കുകയാണ്. നമ്മൾ താഴത്തേക്ക് നിങ്ങൾക്ക് എത്ര യോക്ക് ഭാഗത്ത് എത്ര വർക്ക് വേണം അതുപോലെ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് ചെയ്യാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.